ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മോഹൻലാലിനെ കന്റോൺമെന്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇതാണ് പിന്നെ സാധാരണ പ്രതിപക്ഷ നേതാക്കന്മാരുടെ വീടായിട്ട് അനുവദിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. താമസം പൂജപ്പുരയിലുള്ള എൻ്റെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. ഏതായാലും പ്രത്യേകമായ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. എനിക്ക് വളരെ വിചിത്രമായിട്ട് ഉള്ളൊരു അനുഭവമാണ്. കാരണം സാറിന് പലപ്പോഴും ഈ ഇന്റർവ്യൂവിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുകയും ചെയ്യുന്ന ഒരാളാണ്. സാറിനെ സംബന്ധിച്ചോളം സാറ് വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കിട്ടുന്നിടം വരെ ആ ചോദ്യങ്ങൾ ചോദിക്കുക അതിൻ്റെ ഉത്തരം വാങ്ങിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങയോട് സംസാരിക്കുന്നതിൽ എനിക്ക് എന്താ പറയണ്ട ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സാധാരണ അങ്ങനെ ഒരു ടെൻഷൻ എന്നല്ല പറയുന്നത്, എന്താണ് ചോദിക്കേണ്ടതെന്നുള്ള അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു സംസാരത്തിലേക്ക് നമുക്ക് കിടക്കാം. സിനിമ കാണുന്നതിലൊക്കെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഈ ഓരോരോ ഉത്തരവാദിത്തങ്ങളും ഒക്കെ വന്ന വളരെ ബിസി ആയ സാഹചര്യത്തിൽ സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. പക്ഷെ നിങ്ങൾ ആദ്യം അഭിനയിച്ച സിനിമ മഞ്ഞിലെ പൂക്കൾ ഞാൻ കണ്ടു. എനിക്ക് മോഹൻലാലിന്റെ അഭിനയം വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ മോഹൻലാലിനെ അറിയുന്നത് മിസ്റ്റർ വിശാൽ നായരുടെ മകൻ എന്ന നിലയിലാണ്. അന്ന് സിനിമയിലേക്ക് വന്ന ഒരു പ്രശസ്തിയൊന്നും ആയില്ല. ആദ്യമായിട്ട് അഭിനയിച്ചതാണ്. പക്ഷെ വിശാൽ നായരുമായിട്ട് എനിക്ക് വളരെ അടുപ്പം. അദ്ദേഹം ലോ സെക്രട്ടറി ആയിട്ടിരുന്ന അവസരത്തിൽ എനിക്ക് മാത്രമല്ല എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാ മന്ത്രിമാരും, കാരണം അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുകയും അതൊരു അഡ്വൈസ് കിട്ടിയാൽ അത് ഫൈനലായിരിക്കും. അങ്ങനെ വളരെ അടുപ്പമുള്ള വിശ്വനാഥൻ നായരുടെ മകൻ എന്ന നിലയിലാണ് എനിക്ക് ആദ്യം മോഹൻലാലിനുമായിട്ടുള്ള ഒരു പരിചയം വന്നത്. പക്ഷെ അതിനുശേഷം നിങ്ങൾ സിനിമാ ലോകത്തും അതിനുശേഷം സാമൂഹ്യ രംഗത്തും എല്ലാം നേടിയ നേട്ടങ്ങളിൽ ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി അത് വാച്ച് ചെയ്യുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അച്ഛനെ പറ്റി പരാമർശിച്ച് വളരെ നല്ല കാര്യം. ഞാൻ ചില പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഞാൻ അച്ഛനെ കണ്ടാണ് വളർന്നത്. അച്ഛന് വളരെ ഈ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്നവരായിരുന്നു. അന്ന് ഏതാണ്ട് രാത്രി 3 മണി വരെയൊക്കെ ഫയല് നോക്കിയിട്ടായിരുന്നു അച്ഛൻ എല്ലാ ദിവസവും കിടക്കുന്നത്. പിൽക്കാലത്ത് നമ്മുടെ സ്വഭാവത്തിനും അതൊരു പക്ഷേ വന്നിട്ടുണ്ടാകും. ഞാനും എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ എത്രയും അങ്ങയെക്കുറിച്ചും അങ്ങനെയാണ് കേൾക്കുന്നത്. കാര്യം ഇപ്പം ഞാൻ ചോദിച്ചാൽ ഊണ് കഴിച്ചോ ചോദിച്ചാൽ ഊണ് പോലും കഴിക്കാതെ, അപ്പം അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുമാണ് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആരോഗ്യം നോക്കാതെ. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ കൂടുതൽ ആത്മാർത്ഥത എന്ന് പറയുന്നൊരു സംഭവം നമ്മളിലേക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുത്തത് ഒരു പക്ഷേ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന എൻ്റെ സ്വാധീനം വളരെ വരും. സിനിമ എന്ന് പറയുന്നത് എൻ്റെ 30ാമത്തെ വർഷമാണ് ഇപ്പോൾ സിനിമയിൽ വന്നിട്ട്. 30 വർഷം കഴിഞ്ഞിരിക്കുന്നു എൻ്റെ സിനിമ കണ്ടതിന് ശേഷം. അങ്ങ് എത്ര വർഷമായി ഇതിലേക്ക് കടന്നു വന്നിട്ടെന്ന് അതിൽ കൂടുതൽ എത്ര വർഷത്തോളം? ഞാൻ പൊതുപ്രവർത്തനത്തിൻ്റെ സ്കൂൾ ഡേയ്സ് തൊട്ട് തുടങ്ങി. ഞാൻ MLA ആയിരുന്നു 1970. ഇപ്പം 38 വർഷം കഴിഞ്ഞു. 38 വർഷം. ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് 30 വർഷം നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും വായിക്കുകയാണ്. അപ്പം അത് നമ്മുടെ ഒരു ഗുരുത്വമായിട്ടും നമ്മളുടെ ഒരു പ്രൊഫഷനോടുള്ള ഒരു സിൻസിയറായിട്ടും ഞാൻ കരുതുന്നു. അപ്പം നമ്മളോട് പല ആൾക്കാരും ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എന്താണ് സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വരുന്നത്, എന്താണ് പറയേണ്ടത്, എന്താണ് അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മൾ അഡ്വൈസ് കൊടുക്കാനൊന്നും തയ്യാറല്ല. പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഒരു ഫയറാണ്. ആ ഫയർ കെടാതെ എത്ര വർഷം കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള എൻ്റെ പ്രൊഫഷണലിസം. അത് സക്സസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. ഞാൻ ഒരു പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് വളരെയധികം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യക്ക് പുറത്ത് വളരെയധികം ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-20 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന കുറിച്ചൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലല്ല. ഞാൻ അന്ന് പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ യൂറോപ്പിൽ ഏതാണ്ട് ഒരു 6 രാജ്യങ്ങളിൽ ഞാൻ 10 ഷോകൾ ചെയ്തപ്പോൾ അപ്പോൾ അതിലെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് കാര്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയവും സിനിമയായിട്ട് ബന്ധമില്ലാത്തത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. തമിഴ്നാട്ടിലായാലും അല്ലെങ്കിൽ തെലുങ്ക് ദേശത്തായാലും കർണാടകത്തിലായാലും മഹാരാഷ്ട്രയിലൊക്കെ സിനിമയും രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം നിറ്റഡാണ്. കേരളത്തിൽ മാത്രം അതില്ല. അപ്പോൾ ഈ ഞങ്ങളുടെ
കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമയിൽ നിന്നൊരാളെ MP ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ വോട്ടിംഗ് സിസ്റ്റമാണ്, അത് നമ്മുടെ പ്ലേയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് നമ്മൾ ഈ കേരളത്തിലെ ബന്ധുകൾ ഹർത്താലുകൾ നടത്തും എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ സ്ഥലത്തും അതിനുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് നിലയ്ക്കാത്ത കൈയടിയായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞ ഏതാണ്ട് 72 ഹർത്താലുകൾ ബന്ധുകൾ ഈ വർഷം കേരളത്തിൽ നടന്നു. ഇത് എന്തുകൊണ്ടാണ് സാർ ഇത് സംഭവിക്കുന്നത്? കാര്യം ഞാൻ തമിഴ്നാട്ടിലൊക്കെ ഞാൻ വളരെയധികം 30 വർഷമായിട്ട് ജീവിക്കുന്നതാണ്. അവിടെ ഒരു നാഷണൽ ബന്ധം എന്നാൽ പോലും നമ്മുടെ സിസ്റ്റത്തിനെ ഒരു തരത്തിലും ബാധിക്കാതെ, ആൾക്കാരെ ഒരു തരത്തിലും ബാധിക്കാതെ വളരെ മനോഹരമായിട്ടാണ് അവരത് കൊണ്ടുപോകുന്നത്. അത് പൂർണ്ണമായിട്ടും ശരിയാണ്. കേരളത്തിൽ മാത്രമാണ് നമ്മളെ ട്രാവൽ, ഞാൻ സാർ അങ്ങനെ ഒരു പക്ഷേ കേരളത്തിൽ ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് എത്രയോ ലക്ഷം കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വഴി കൂടെ പോകുമ്പോഴൊക്കെ ഭയങ്കരമായ സങ്കടകരമായ കാര്യങ്ങളാണ്. ബന്ധുസമയത്ത് ഒരു സ്ഥലത്ത് പോകാൻ പറ്റാതെ ഇതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് ആൾക്കാർ പറയുന്നത്. ഒരു ഇൻഡസ്ട്രി ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കേരളത്തിനെ പറ്റി മോശമായിട്ട് ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നും. ഒരു ഇൻഡസ്ട്രി വരാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ നിങ്ങളുടെ പാർട്ടി. അപ്പോൾ ഇത് ഒരു കൾട്ടിവേറ്റ് ചെയ്ത ഒരു രാഷ്ട്രീയ ബോധം ആൾക്കാരിൽ ഉണ്ടാക്കി എൻ്റെ ഒരു പ്രത്യാഘാതമാണോ, അതോ അവർക്ക് അതിനെ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടാണ് ആൾക്കാർ? കേരളത്തിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇതായിപ്പോയി. അത് മോഹൻലാൽ പറഞ്ഞ ആ വികാരത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. നമുക്കുണ്ടാക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തെ നഷ്ടമല്ല, അതുണ്ടാക്കുന്ന ഇംപ്രഷൻ നമ്മൾ പുറകോട്ട് പോവാണ്, അങ്ങോട്ട് വളരെയധികം നമ്മൾ പുറകോട്ട് പോവുകയാണ്. മറ്റു സ്റ്റേറ്റുകളിലൊക്കെ പിന്നെ സമരങ്ങളുണ്ട്, ഹർത്താലുകളുണ്ട്, ബന്ധുകളുണ്ട്. പക്ഷെ അതിനോട് യോജിക്കുന്നവർക്ക് ആ സമരത്തിൽ പങ്കെടുക്കുക, യോജിക്കാത്തവർക്ക് അവർക്ക് അവരുടേതായ പണിക്ക് പോകാം. ഇവിടെ അതല്ല, ആരാഹ്വാനം ചെയ്താലും ഇവിടെ സ്തംഭിക്കണം. അത് ആണ് ഇവിടുത്തെ പ്രശ്നം. കാരണം എനിക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നുള്ള അവകാശക്കാരൻ തന്നെയാണ്, ആവശ്യക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷെ അതുപോലെ തന്നെ ആ സമരത്തിൽ നിന്ന്, ഞാൻ ആഹ്വാനം ചെയ്യുന്ന സമരത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം മിസ്റ്റർ മോഹൻലാലും ഉണ്ടാകണം. അതുപോലെ ഞാൻ ആഹ്വാനം ചെയ്യുന്ന സമരത്തിൽ എല്ലാവരും ജോയിൻ ചെയ്യണമെന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെ എപ്പിക്കുക. അപ്പൊ ഇതിനൊരു മാറ്റം വരണം എന്നുള്ളതിനോട് പൂർണ്ണമായി യോജിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ സാധാരണ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് സമരം ചെയ്യേണ്ടത്. ഞങ്ങളിപ്പോൾ ഈ 30 മാസക്കാലം ഞങ്ങൾ ഒരൊറ്റ ഹർത്താലേ നടത്തിയുണ്ട് UDF. പക്ഷേ 4 ഹർത്താൽ നടത്തിയത് ഭരണത്തിലിരിക്കുന്നവരാണ്. പിന്നെ മറ്റു നിരവധി ഹർത്താലുകൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ തമിഴ്നാടിനെ കുറിച്ച് ഞാൻ പുകഴ്ത്തി പറയുക അങ്ങനെയൊന്നുമല്ല. കാര്യം ഏത് മന്ത്രിസഭ അവിടെ മാറി വന്നാലും അവർക്ക് സ്റ്റേറ്റിന് വേണ്ടി ചെയ്യാനിരിക്കുന്ന ഒരു പ്രോജക്റ്റ് മറ്റൊരു വന്നു കഴിഞ്ഞാൽ അവരത് കംപ്ലീറ്റ് ചെയ്യും. അവരാ സ്റ്റേറ്റിന്റെ പ്രോഗ്രസിനെ തകർക്കില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള എത്രയോ സ്ഥലങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പാലങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പലതും പണിഞ്ഞിട്ട് പകുതിയായി കിടക്കുക, അല്ലെങ്കിൽ പണി കഴിഞ്ഞിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അപ്പം ഇതൊക്കെ വരുമ്പോൾ ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ കേരളീയൻ നമുക്ക് വളരെ സങ്കടം തോന്നും. കാര്യം ഇപ്പം ഞാൻ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ട് സാർ, ഞാൻ ഈ മുലാബ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ഇബ്രി എന്ന് പറഞ്ഞ മസ്കറ്റിന്റെ വളരെ ഇന്റീരിയറിലാണ്. അവിടെ മീൻ പിടിക്കുന്ന മലയാളികളുണ്ട് സാർ. ഈ കേരളീയൻസിന്റെ ടോളറൻസ് ലെവൽ വളരെ കുറവെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവരെ പോയി ജോലി ചെയ്യും. വെളിയിലൊക്കെ ഇപ്പൊ അമേരിക്കയിലായാലും എന്തോരം ടോപ്പ് പൊസിഷനിലുള്ള മലയാളികളാണ് അവിടെ ജോലി ചെയ്യുന്ന മലയാളികളാണ് പെട്ടോളും. അവരവിടെ എല്ലാം പോയി ജോലി ചെയ്യാൻ തയ്യാറാകുകയും ഇവിടെ വരുമ്പോൾ അത് ജോലി ചെയ്യാൻ അതിനൊരു മടി കാണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായിട്ട് ഉണ്ടായി അതൊരു നമ്മുടെ സ്വഭാവത്തിലേക്ക് കയറി പറ്റിയിരിക്കുന്നത്. അക്സെപ്റ്റ് ചെയ്യാം. ഒരു അത്താഴം ആഹ്വാനം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അതങ്ങ്. ഞാൻ ഈയിടെ വളരെ രസകരമായ ഒരു ഇന്റർനെറ്റിൽ വായിച്ചത്, ലോകത്തിന്റെ ഏറ്റവും പൊക്കത്തിലിരിക്കുന്ന ഒരു മലയാളിയാണെന്നാണ്. കാര്യം ബുർജ് എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ദുബായിൽ ഏറ്റവും പൊക്കം കൂടിയ ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ട്. അതിന്റെ മുകളിലിരിക്കുന്ന ക്രെയിൻ ഓപ്പറേറ്റർ ബാബു എന്ന് പറയുന്ന ഒരാൾ മലയാളിയാണ്. എന്നാൽ അയാൾക്ക് ഓക്സിജൻ വരെ കിട്ടുന്നില്ല. അപ്പൊ അവിടെ വരെ കയറി പറ്റി നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫയറുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അങ്ങേക്ക് ഇത് ശരിക്കും ഈ സിസ്റ്റത്തിനെ ഉടച്ചു വാർക്കാൻ. കാര്യം നമ്മൾ പലപ്പോഴും ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ എത്രയോ സെക്രട്ടറിമാർ ട്രാവൽ ചെയ്യാറുണ്ട്, കേരളത്തിലല്ലാത്ത ആൾക്കാർ. അപ്പൊ അവരൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കേഡർ വൈസ് കേരളത്തിലായാലും അവർക്ക് കേരളത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നതെന്നും ടോട്ടൽ സെറ്റപ്പിലൊക്കെ അവർ ഭയങ്കര അസംതൃപ്തരാണ്. ഇത്രയും നല്ലൊരു സ്റ്റേറ്റിനെ സാർ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര ജോഗ്രഫി വൈസും
വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് കേരളം. പല സ്ഥലങ്ങളും ബിലോ സീ ലെവലാണ്. ഇതെങ്ങനെയാണ് ഈ സിസ്റ്റം പോയി വരുന്നതെന്ന് അറിയില്ല. അത്ര പ്രത്യേകതകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ആർട്ട് എന്നുള്ള ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് എങ്ങനെ ഇതിനെ ഈ സിസ്റ്റത്തിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ മൈൻഡ് സെറ്റ് മാറേണ്ടിയിരിക്കുന്നു. ഇവിടെ ആര് ചെയ്യുന്നു നോക്കിയാണ് ഓരോ, അല്ലാതെ എന്ത് ചെയ്യുന്നു എന്നല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. അപ്പം നമ്മളതിൻ്റെ മൈൻഡ് സെറ്റ് മാറേണ്ടിയിരിക്കുന്നു. ഇവിടെ ഏത് പ്രശ്നങ്ങൾ വന്നാലും വിവാദങ്ങളാണ്. അതിന് വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് അടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റെവലേഷൻ, ഒരു വെളിപാടും ഉണ്ടാകണം, ഒരു റെവല്യൂഷനും ഉണ്ടാകണം. ഞാനൊരു സാധാരണക്കാരൻ എന്ന രീതിയിലാഗ്രഹം. കാര്യം നമുക്ക് പലപ്പോഴും പേപ്പർ ഫ്രണ്ട് പേജ് വായിക്കാൻ മടിയാണ്. ആൾക്കാരെ കൊല്ലുക ഒരു സിസ്റ്റം, ഇത്രയും ചെറിയൊരു സ്മോൾ സ്റ്റേറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ലജ്ജാവഹമായിട്ടാണ് കാണുന്നത്. കാര്യം നമുക്ക് സിനിമയിലൂടെ അല്ലെങ്കിൽ ഒരാളെ ഭയങ്കരമായിട്ട് പ്രതികരിക്കാമൊക്കെ ചെയ്യാം. 2 മണിക്കൂർ മതി അത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ 2 മണിക്കൂർ എന്നുള്ള 2 വർഷമായി 20 വർഷമായി മാറുന്ന ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളം നീങ്ങുമോ എന്നുള്ളതിന് എന്താണ് അങ്ങേറ്റം ഉള്ളത്? കേരളത്തിന്റെ പിന്നെ ഉള്ളത് നമ്മളെപ്പോലെ അനുഗ്രഹീതമായ ഒരു സ്റ്റേറ്റ് ഇല്ല. നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ വിഭവ സമ്പത്ത്, അതിലൊക്കെ ഉപരി നേരത്തെ മോഹൻലാലിന്റെ പറഞ്ഞതുപോലെ ഏറ്റവും കഴിവുള്ള മനുഷ്യ സമ്പത്താണ് നമുക്കുള്ളത്. അത് ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളെ കാണാം. അവിടെയൊക്കെ മലയാളികളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും നല്ലത് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനം നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള തർക്കങ്ങളിലും വിവാദങ്ങളിലും പെട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാതിരിക്കുന്നു എന്നുള്ള വളരെ കഷ്ടമാണ്. അതിനെതിരെ ഒരു ശക്തമായിട്ടുള്ളത്, അതിനകത്ത് സിനിമയിലുള്ള നിങ്ങൾക്ക് വലിയ സംഭാവന ചെയ്യാനുണ്ട്, സാഹിത്യകാരന്മാർക്ക് സംഭാവന ചെയ്യാനുണ്ട്. അതിലൊക്കെ ഒരു ഏറ്റവും കൂടുതൽ നമ്മുടെ വിദേശത്തുള്ള മലയാളികൾ, അവരാണ് ഈ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒക്കെ സ്ഥലത്ത് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ മാറ്റങ്ങളാണ്, വലിയ മാറ്റങ്ങളാണ്. ഇവര് 5 വർഷം കഴിഞ്ഞ് നാട്ടിൽ അവധിക്ക് വന്നാലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. അപ്പം ഞാനും വിദേശത്ത് പോകുന്ന അവസരങ്ങളിലൊക്കെ ഈ വിദേശത്തുള്ള മലയാളികളാണ് ഏറ്റവും കൂടുതൽ നാടിനെ കുറിച്ചുള്ള വേദനകളും പ്രയാസങ്ങളും ഒക്കെ പങ്കിടുന്നത്. തീർച്ചയായിട്ടും. കാരണം അവര് അനുഭവസ്ഥരാണ്, അവിടെ ഓരോരോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ അനുഭവസ്ഥരാണ്. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ഇതിന്റെ നേട്ടങ്ങൾ, ലോകത്ത് വരുന്ന മാറ്റങ്ങളുടെ നേട്ടങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ്. നിങ്ങളത് വരണം, പറയണം, പിന്നെ പ്രചരിപ്പിക്കണം. അത് പേടിയേട്ട എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ലേ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വരികയാണ്. ലേ എന്ന് പറയുന്നത് നമ്മളെ അതിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തത് കാർഗിൽ, ദ്രാസ്. അവിടെ -65 ആണ്. -65 എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലൊരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാര്യം ചിന്തിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ കാറ്റൊക്കെ അടിക്കുമ്പോഴല്ലോ ശരിക്കും അവരുടെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വരെ വരും. ലേ എന്ന് പറയുന്ന സ്ഥലവും അവിടെ ഞാൻ ഇപ്പം ഷൂട്ടിങ് -10. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ എന്തോരം മനോഹരമായ ഒരു സ്ഥലത്താണ്. ലോകത്തിലെ എല്ലാ സൗത്ത് എന്ന് പറയുന്നത് നല്ലതായിട്ടാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യ ആയാലും അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക, സൗത്ത് ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക, ആ സൗത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഏറ്റവും അനുഗ്രഹീതരായ നമ്മൾ ഇതെല്ലാം മറന്നുകൊണ്ട്, നമ്മുടെ സിസ്റ്റത്തിനെ മറന്നുകൊണ്ട്, നമ്മുടെ ധർമ്മങ്ങളെ മറന്നു. അപ്പം ഞാൻ പലപ്പോഴും പറയുകയും ഇതിൽ ഏറ്റവും വളരെ സങ്കടകരമായ ഒരു കമൻറ്റ് ഞാൻ കേട്ടത്, ഞാൻ ഈ ആർമി 2 സിനിമകൾ ചെയ്തിരുന്നു, ഞാൻ ആർമിയെക്കുറിച്ച് എഴുതിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബന്ദ് നടന്ന സമയത്ത് അതിൽ പേപ്പറിൽ എഴുതിയത്, കാശ്മീരിൽ ശ്രീനഗറിലുള്ള ഒരു ജവാൻ അയാൾ ഔട്ട് ബേസ്റ്റ് ചെയ്തിട്ട് പറയാണ്, നിങ്ങൾ ഒരു 5 ദിവസമെങ്കിലും അവിടെ വന്ന് താമസിക്കണം. അയാൾക്ക് ട്രെയിനൊക്കെ മിസ് ചെയ്തു, അയാൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ 2 ദിവസം അവിടെ വന്ന് താമസിക്കുക, അപ്പോഴും നിങ്ങളുടെ നമ്മുടെ നാടിൻ്റെ മഹത്വമാണ്. കാരണം ഇറ്റ് ഈസ് ഹ്യൂമൻലി പോസിബിൾ അല്ലാത്ത ടെറൈനിലും ക്ലൈമറ്റിലാണ് അവർ ജീവിക്കുന്നത്. നമുക്ക് ശരിക്ക് ക്ലൈമറ്റ് ഇല്ല, 365 ദിവസം ക്ലൈമറ്റ് ഇല്ല. അല്ലെങ്കിൽ നമ്മളൊരു വാർ കണ്ടിട്ടില്ല, ഒരു ആർട്ടിലറി മൂവ്മെന്റ് കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഒന്നും കാണാതെ, അവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ ഈ ചെറിയ ഒരു ഇതിന്റെ അകത്തിരുന്ന ആൾക്കാർ വിളിക്കുകയാണ്. സാറ് ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്നെങ്കിലും ഒരു പ്രതീക്ഷ അങ്ങനെയൊക്കെയുണ്ട്. നിശ്ചയമായിട്ട് നമ്മൾ ഉണ്ടായേ പറ്റൂ. അതെ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് 5 വർഷത്തിനുള്ളിൽ 10 വർഷത്തിനുള്ളിൽ കേരളം ഇല്ലാതായി പോകുന്നൊക്കെ പറയുന്ന ഒരു നമ്മള് പിന്നെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിലായിരുന്നു. ആ കണക്ക് വെച്ച് നോക്കിയാൽ IT രംഗത്തും നമ്മൾ മുന്നിൽ വരേണ്ടതായിരുന്നു. അതെ. പക്ഷേ IT രംഗത്ത് ഇന്ന് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന കർണാടക, പിന്നെ തെലുങ്ക് ആൾക്കാർ. അപ്പൊ കർണാടകത്തിൽ 55,000 പരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ അവിടെ IT എക്സ്പോർട്ട്. കേരളത്തിന്റെ 1200 കോടി. അപ്പം എത്രയോ പ്രോജക്റ്റുകൾ ഇവിടെ വന്നാണ് സാർ. എനിക്കറിയാം, വല്ല കാർ കമ്പനികൾ ഇവിടെ വന്നാണ്, IT പ്രോജക്റ്റുകൾ വന്നാണ്. പക്ഷെ അതൊന്നും
രണ്ട് രീതിയിൽ പറയാം. പക്ഷെ അത്തരം കാര്യങ്ങൾ വരാതെ കേരളം അതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു എന്ന് പറയാം. സാറിന്റെ കുട്ടികൾ പൊളിറ്റിക്സിലേക്ക് ഞാൻ അതിനകത്ത് ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല. എൻ്റെ രണ്ടാമത്തെ മോളച്ചു ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ഐസിയുടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കല്യാണമെല്ലാം കഴിഞ്ഞ് ദുബായി പോയില്ല. എൻ്റെ മകനിപ്പം പിന്നെ ഡൽഹി പഠിക്കുകയാണ്. അപ്പം അവിടെ NSCIയുടെ ഒക്കെ പ്രവർത്തനമൊക്കെ ആയിട്ട് ഉണ്ട്. ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുകയായിരുന്നു. അന്ന് ആ ദിവസം എന്നിട്ട് 144 പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവര് ഞങ്ങളെ പോലീസിനെ പോയി കണ്ട് അവർ ഞങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ തന്നു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.